ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ പാലക്കാട്ട് മത്സരിക്കും. തൃശ്ശൂരിലേക്ക് പത്മജ വേണുഗോപാൽ വരും. ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇവർക്കൊക്കെ ഇത്രയും ആത്മവിശ്വാസം നൽകുന്നത് താഴെ തട്ടിലൂടെ കൃത്യമായി പ്രവർത്തനം കേന്ദ്രീകരിച്ചുകൊണ്ട് വരാൻ RSS എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കാൻ പോകുന്നു. അവിടെ പൊങ്കാല നടക്കുമ്പോൾ മെഡിക്കൽ രംഗത്തുനിന്ന് വലിയ സഹായമൊന്നും തരില്ല എന്ന രീതിയിൽ ചില സംഘടനകളുടെ നേതാക്കൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ ഉൾപ്പെടെ സഹായം കിട്ടുന്നില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ടുള്ള രാജേഷ് പറയുന്നു, ഞങ്ങൾക്കറിയാം സേവന സന്നദ്ധരായ നിരവധി ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെയും ഇവിടേക്ക് കൊണ്ടുവരാൻ. അതിന്റെ പിന്നിലും നിശബ്ദമായ RSSന്റെ പ്രവർത്തനം. ചുരുക്കം പറഞ്ഞാൽ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അല്ലെ സഹായിക്കുന്നത് RSS ആണ്. ഏയ് അങ്ങനെയൊന്നും അതൊക്കെ വെറുതെ ഞാൻ തുടക്കം മുതൽ ഞാനിത് പറയാറുണ്ട്. RSS 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ RSS എന്ത് ചെയ്യുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും നോക്കും. അപ്പോഴാണ് മാധ്യമങ്ങളുടെ ക്യാമറയും ലൈറ്റും RSSന്റെ മേൽ പതിയുന്നത്. അപ്പോൾ RSSകാർ പ്രവർത്തിക്കുന്നു. ഉടനെ ഇവർ എണ്ണയിട്ട യന്ത്രം, ഇവിടെ ഈ എണ്ണ ഇട്ടതോ ഇടാത്തതോ ഈ യന്ത്രം 365 ദിവസം പ്രവർത്തിക്കുന്നു. നിങ്ങൾ എപ്പോഴാണോ ലൈറ്റ് അടിച്ച് നിങ്ങൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നേ ഉള്ളൂ. അത് നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് സംഭവം. അല്ലാതെ തെരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എണ്ണയിടാനും ഗ്രീസ് ഇടാനും അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതൊക്കെ പിന്നെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം. ആരും അതിനെ എതിര് പറയാനൊന്നും പോകാറൊന്നുമില്ല. അങ്ങനെ പറയരുത് എന്നും ശരി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഡോക്ടർമാർ അവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വെറുതെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. അല്ലാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അത് ഇപ്പം എന്ത് സമരമാണെങ്കിലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അതിന് ഇളവ് കൊടുക്കും. അതിനു മുമ്പ് തന്നെ അവരുടെ സമരം തീരുകയും ചെയ്യും കേട്ടോ. കാരണം സർക്കാരിനും അറിയാം ഇത് വല്ലാതെ കൈവിട്ട് പോകും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി ഡോക്ടർമാരില്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് പ്രൈവറ്റ് ഡോക്ടേഴ്സ് വരും. ഇപ്പോൾ ഈ രാജേഷിൻ്റെ ആത്മവിശ്വാസത്തിന് പുറകിൽ RSS മാത്രമല്ല, RSS എന്നുള്ള സംഘടന വേണ്ട, പൊതുജനങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലെ, കൊല്ലം ജില്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ ഡോക്ടർമാർ ദയവ് ചെയ്ത് ഇതിനു വേണ്ടി സഹകരിക്കണം. പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രൈവറ്റ് ആശുപത്രിക്കാരോട് പറയുന്നു ഇങ്ങനൊരു ആവശ്യമുണ്ട്, ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ്, അത് അയക്കാമെന്ന് പറയും. സ്വന്തം ചെലവിൽ കാർ ഓടിച്ച് ഡോക്ടർമാർ വരും, നേഴ്സുമാർ വരും. ആ സമാജത്തിൽ ആ ഒരു ചിന്തയുള്ളവരുണ്ട് എന്നുള്ള ധൈര്യത്തിനാണ് വി രാജേഷ് ഈ പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത്. അല്ലാതെ RSSകാരെ വിസിലടിച്ച് വരുത്തി ഇയാൾ വിസിലടിച്ച് അവർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് RSS പറഞ്ഞതല്ല. അത് സമാജത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് വി രാജേഷിന് നന്നായിട്ടറിയാം. ഇപ്പോൾ ഡോക്ടർമാരവിടെ സമരം ചെയ്ത്, സർക്കാർ ഡോക്ടർമാർ സമരത്തിലാണ്, പ്രൈവറ്റ് ഡോക്ടർമാർ വരും, അവർക്ക് വരാമല്ലോ. സന്നദ്ധ പ്രവർത്തനത്തിന് ആർക്കും വരാം, അതാർക്കും തടസ്സപ്പെടുത്താനും പറ്റില്ല. മാത്രമല്ല സർക്കാർ ഡോക്ടർമാരുടെ സമരം അതിനു മുമ്പ് തീരുന്നു. ഇപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഇതിനകത്ത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഹൈന്ദവ ആരാധനാലയത്തിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ ആഘോഷം, അത് വെച്ചിട്ടാണ് ഒരു മുന്നറിയിപ്പ്, ഒരു ഭീഷണി വന്നത്. ഇതൊരു ക്രൈസ്തവ ദേവാലയവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ പേരിൽ സമയത്തോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിലെ ഒരു ആഘോഷത്തിന്റെ പേരിലോ നടക്കുന്ന സമയത്താണ് ഇത്തരം ഒരു വെല്ലുവിളിക്ക് ഏതെങ്കിലും സംഘടനകൾ മുതിരുന്നതെങ്കിൽ തിരിച്ചടിയല്ലേ പ്രത്യേകത ഇതുപോലെ ആയിരിക്കും. അതെ, അങ്ങനത്തെ ഒരു ആംഗിളിൽ അത് കാണണ്ട. സപ്പോസ് അവരുടെയും കാര്യത്തിൽ, ഇപ്പോൾ ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ കാര്യത്തിലും ഈ സംഘടന ഇതുപോലെ പറഞ്ഞു എന്ന് വെച്ചോ, സിനുജി ഹാപ്പി ആകുമോ? ഹിന്ദുക്കളോടും പറഞ്ഞു, ക്രിസ്ത്യാനികളോടും പറഞ്ഞു, മുസ്ലിങ്ങളോടും പറഞ്ഞു, ഹാപ്പി ഇല്ലല്ലോ. ഇല്ല, കാരണം ആരോടും പറഞ്ഞുകൂടാത്തതാണ് അത്. പക്ഷെ ഭയമുണ്ട് അത്തരം സമുദായങ്ങളോട് പറയാനാണ് നരേറ്റീവ്. ഞാൻ പറയുന്നത് അത്തരം പ്രസ്താവനകൾ ഗൗരവമായിട്ട് എടുക്കേണ്ട. ഈ സമരം, അതേ തുറന്നുള്ള പ്രസംഗം, അപ്പോഴത്തെ ആവേശം, അത് ഈ മുദ്രാവാക്യം വിളി പോലെയാണ്. സൂപ്പർലേറ്റീവ് ടേംസ് അങ്ങ് ഉപയോഗിക്കും. ഞാനൊരു കാര്യം, ഞാൻ നാടിന് തീ വയ്ക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താ
അമ്മയെ കണ്ട് മരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യമില്ല. അതിൻ്റെ അർത്ഥം എന്താ? അമ്മയെ കണ്ട് മരിക്കില്ല, അതൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അത് ആ ആവേശത്തിൽ അങ്ങനെ പറയുന്നതാണ്. അതുപോലെ ഈ സംഘടന ഒരു പക്ഷേ പറഞ്ഞതായിരിക്കും, അല്ലാതെ അതിനകത്ത് വേറെ ഡയമെൻഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. മാത്രമല്ല, ഇത് മറ്റു മതങ്ങളുടെ ആഘോഷത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ മതത്തിന് ആശ്വാസം കിട്ടുന്നുമില്ല. അവിടെയും കൂടെ ഇയാൾ ചീത്തയാകും എന്നുള്ളതല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആ ദൃഷ്ടിയിൽ ആ ഡയമെൻഷനിലേക്കൊന്നും അത് പോവില്ല. നോക്കിക്കോ, ഡോക്ടർമാരുടെ സമരം ഒരിക്കലും കേരളത്തിൽ കൈവിട്ട് പോയിട്ടില്ല. മിക്കവാറും അവർ തോൽക്കുകയുള്ളൂ, പാവം. സത്യം ഞാൻ പറയാം. ഈ ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ MBBS ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ രോഗികളുമായിട്ട് മാനസികമായൊരു ബന്ധം ഡോക്ടർമാർക്കുണ്ടാവും. ഇത് എൻജിനീയർമാർ ചെയ്യുന്ന പോലെ ഒരു യന്ത്രം ചലിപ്പിക്കുന്ന പരിപാടിയില്ല. യന്ത്രം ചലിപ്പിക്കുന്നത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീട്ടിൽ പോകാം, സമരമായി. മറ്റത് അങ്ങനെയല്ല. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ? എന്തിൻ്റെ പേരിലാണ്? എനിക്ക് കിട്ടുന്ന ശമ്പളം കുറഞ്ഞു പോയി, അലവൻസ് കുറഞ്ഞു പോയി, എനിക്ക് പ്രൊമോഷൻ തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ തന്നു, എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ മനുഷ്യൻ്റെ ഓർമ്മ വരും. അയാൾ എന്നെ വിശ്വസിച്ചാണ് അയാൾ ആ കാട്ടിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ താഴെ കിടക്കുന്നത്. ആ ഒരു ആത്മബന്ധം രോഗിയും ഡോക്ടറും തമ്മിലുണ്ടാവും. പിന്നെ അതില്ലാത്തവരില്ല എന്ന് ചോദിച്ചാൽ മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാർ സമാജത്തിലുണ്ടല്ലോ, കുറേ പേര് അങ്ങനെ ഉണ്ടാവും. അപ്പം ഭയല്ല, ഡോക്ടർമാർ സാധാരണ രോഗികളെ അങ്ങനെ ഉപേക്ഷിക്കുകയില്ല. ഇപ്പം അവർ OP ഞങ്ങൾ അറ്റൻഡ് ചെയ്യില്ല. അവർ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും OP ഇവരെ എവിടെയെങ്കിലും OP ആണല്ലോ, ഔട്ട് പേഷ്യൻ്റ് ആണല്ലോ. അയാൾ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് തൽക്കാലം തട്ടിമുട്ടി അയാളുടെ കാര്യം നടക്കും എന്ന് ഇവർക്കറിയാം. ഇത് നടക്കുന്നില്ല, പൊതുജനം വല്ലാത്ത വിഷമത്തിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഈ സമരം തന്നെ തൽക്കാലം നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കൂടും ജോലിയിലേക്ക്. അതാണ് ഡോക്ടർമാരുടെ പൊതുവെ സ്വഭാവം കണ്ടിട്ടുള്ളത്. അതുപോലെ ഈ യൂണിയൻ നേതാക്കളെ വെച്ചിട്ട് എല്ലാ ഡോക്ടർമാരെയും നമ്മൾ അളക്കരുത്. ഒരാൾ ഒരു അസോസിയേഷൻ ഒക്കെ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആവുന്നത് ആരാണ്? വീറോടെ പ്രസംഗിക്കുന്ന ഒരാൾ. സത്യമല്ല, അതല്ലാതെ മറ്റൊരു കഴിവുമല്ല. നന്നായിട്ട് പ്രസംഗിക്കും, ഒച്ചയെടുത്ത് മുദ്രാവാക്യം വിളിക്കും, നീ തന്നെ പ്രസിഡന്റ്. ഇതാണ് സാധാരണ എല്ലാ സംഘടനകളുടെയും സ്വഭാവം. അപ്പോൾ ഇയാൾ പ്രത്യേക കാഴ്ചപ്പാടോ സംഗതിയോ ഒന്നുമുള്ള ആളല്ല. നന്നായിട്ട് സംസാരിക്കും, ഉറക്കെ മുദ്രാവാക്യം വിളിക്കും. ഒറ്റ ക്വാളിഫിക്കേഷനാണ്. അപ്പം അയാളെ വെച്ചിട്ട് നമ്മൾ മൊത്തം ഡോക്ടർമാരെ വിലയിരുത്തരുത്. അല്ല, അത് അവരുടെ നേതാവല്ലേ? നേതാവാണ്, പക്ഷെ അവരെ നയിക്കുന്നത് അയാളൊന്നുമല്ല. നേതാവിൻ്റെ അർത്ഥം നയിക്കുന്നുവെന്നൊക്കെ ആണെങ്കിലും ഫലത്തിൽ എല്ലാ ഡോക്ടർമാരെയും നയിക്കാനുള്ള ത്രാണിയോ നേതൃപാഠവുമോ ഒന്നും ഇയാൾക്കില്ല. ഇയാൾക്ക് ആകെയുള്ളതൊരു ശബ്ദവും ഈ വാക്സാമർത്ഥ്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ ഡോക്ടർമാരും അങ്ങനെ വിചാരിക്കരുത്. പിന്നെ പ്രസംഗിച്ച് ചിലർ വല്ലാതെ വെല്ലുവിളിക്കുമ്പോൾ അപ്പോഴാരും തടസ്സപ്പെടുത്തുകയില്ല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കമ്മിറ്റി കൂടുമ്പോൾ പറയും, എന്താണോ എന്ത് പ്രസംഗമാണ് തന്നെ, പരസ്യമായിട്ട് തനിക്ക് നാണം കെടുത്തേണ്ട, ഞാൻ മൈക്കോഫി ആയിരുന്നു ഞാൻ. അപ്പോൾ മറ്റുള്ളവരും പറയും, അതേ മഹാമോശം, അങ്ങനെയൊന്നും നമ്മൾ ഡോക്ടർമാരെ അങ്ങനെയൊന്നും സംസാരിച്ചുകൂടാന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ പ്രസംഗം, ഒരു പ്രസ്താവന, ഒരു വെല്ലുവിളി, അത് പക്വതയുള്ള ഒരു സമൂഹം അത് ഗൗനിക്കരുത്. അപ്പോൾ ഡോക്ടർമാർ വലിയ സേവനം ചെയ്യുന്ന സമാജത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അവർ. ഇനി അവരുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു വാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളത് കേട്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ താനില്ലെങ്കിൽ എനിക്ക് നടത്താൻ അറിയാം എന്നൊക്കെ പറയുന്നത് നടത്താമായിരിക്കാം, പക്ഷെ താനും കൂടെ ചേർന്ന് നടത്തുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി. ഉത്സവം എന്ന് പറഞ്ഞാൽ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കേണ്ടതാണ്. ഒരാൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ മോനെ നീ വരാത്തതെന്ന് ചോദിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് സമാജത്തിൻ്റെ പ്രവർത്തനം. അല്ല നീ ഇല്ലാതെ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുക ശരിയാണ്. ഇപ്പോൾ എറണാകുളം ജില്ലക്കാർ പറയണം ഞങ്ങൾ ആറ്റുകാൽ വരുന്നില്ല, വേണ്ടെന്ന് പറയും. എറണാകുളം ജില്ലക്കാർ ഇപ്പം ഇല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല നടക്കും. തിരുവനന്തപുരം ജില്ലക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞാലും പൊങ്കാല നടക്കും.
അപ്പം അങ്ങനെ ആളെ കൂട്ടാതെ നമുക്ക് നടത്താൻ പറ്റും, നമുക്ക് അതിനുള്ള സാമർഥ്യമുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. ആളെ കൂട്ടിയിട്ട് ചെയ്യണം. അതാണ് സംഘടനാ പ്രവർത്തനം, സമാജ പ്രവർത്തനം. അതൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലോ, ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ, അല്ലെ പത്മജ വേണുഗോപാൽ, ശ്രീലേഖ, ഇവരുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള താഴെത്തട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ജയിച്ചു എന്നുള്ള ആത്മവിശ്വാസം. എല്ലാവരും താഴെത്തട്ടിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴെത്തട്ടിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ അല്ലല്ലോ രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഒരു കരിയറിലിരിക്കുന്ന മനുഷ്യൻ, ഇപ്പോൾ ശ്രീലേഖമാര്, അവരുടെ ഒരു കരിയർ ഉണ്ടായിരുന്നു IPS. അത് കഴിഞ്ഞപ്പോഴാണ് അവർ വരുന്നത്. ഇപ്പോൾ IPS കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ഈ പ്രായം എത്തിക്കഴിഞ്ഞ ആളിന് നിങ്ങൾ പോയി ബൂത്ത് കമ്മിറ്റിയിൽ ഇരിക്കുക എന്ന് പറയാൻ പറ്റുമോ? കാരണം പത്മജ വേണുഗോപാൽ വേറൊരു പാർട്ടിയിൽ മാന്യമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. ലാറ്ററൽ എൻട്രി എന്ന് പറയും. അതായത് ഒരു കെട്ടിടത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ കയറി 10ാം നിലയിലെത്തുന്ന ഒരാൾ വേറൊരു കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ നിന്ന് ഈ കെട്ടിടത്തിൻ്റെ 10ാം നിലയിലേക്ക് ഒരു പാലമിട്ട് കയറി വരുന്ന ആൾ. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നത് മറ്റ് പാർട്ടിയിൽ നിന്ന് വരുന്നത്. മറ്റ് പാർട്ടിയിലുള്ള ആൾ താഴത്തേക്ക് ഒരു കോണി വെച്ച് ആദ്യം താഴെ ഇറങ്ങുക, പിന്നെ ഇവിടുന്ന് 10ാം നിലയിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പ്രായോഗികമാണോ? അല്ല. അതുകൊണ്ട് അടിത്തട്ടിൽ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് ഒരു അയോഗ്യതയല്ല, പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു യോഗ്യതയാണ് താൻ. അത് ഒരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെ വരുന്നത്. മറ്റവർ മോശമല്ല, അങ്ങനെ പറയാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.